വെൽക്കം ബാക്ക് ടു SR ഫോർമുല ഓഫ് എഡ്യൂക്കേഷൻ. 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള എർത്ത് ആൻഡ് ബയോസ്ഫിയർ, ഭൂമിയും ജീവലോകവും എന്ന ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. At the beginning of this lesson, we can see a picture of our Earth's surface. ഭൂമിയുടെ ഉപരിതലത്തിലെ ഈ ഭൂലോകത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ തന്നിട്ടുള്ള ഈ ഒരു പിക്ചർ അല്ലേ. സോ ഈ പിക്ചറുടെ അടിസ്ഥാനത്തിൽ ഇന്ന് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഭൂമി ഇത്രത്തോളം ഡെവലപ്പായതെന്ന് നമുക്ക് നോക്കിയാലോ. ദിസ് ഇൻസിഡൻറ്റ് ടുക്ക് പ്ലേസ് എബൌട്ട് 4500 million years ago. ഏകദേശം 4500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ആ സംഭവം നടക്കുന്നത്. എന്താണ് ആ സംഭവം? എ പാർട്ട് ഓഫ് ദി സൺ ഗോട്ട് സെപ്പറേറ്റഡ് ആൻഡ് എക്സ്പ്ലോഡഡ്. സൂര്യൻ്റെ ഒരു ഭാഗം സെപ്പറേറ്റ് ആവുക, വേർപെട്ടു പോയിട്ട് അത് പൊട്ടിത്തെറിച്ചു. ഓക്കെ, ദ റിസൾട്ടൻറ്റ് പീസസ് ഓഫ് ദി എക്സ്പ്ലോഷൻ ബിക്കെയിം 8 planets ഇൻക്ലൂഡിങ് ദ എർത്ത് ആൻഡ് ദെയർ സാറ്റലൈറ്റ്. ഇങ്ങനെ സൂര്യൻ്റെ ഒരു ഭാഗം പൊട്ടിത്തെറിച്ച് പോവുകയും ഈ പൊട്ടിത്തെറിച്ച ഭാഗങ്ങളാണ് പിന്നീട് 8 പ്ലാനറ്റുകളായിട്ടും നമ്മുടെ ഭൂമി അടങ്ങുന്ന 8 ഗ്രഹങ്ങളായിട്ടും അവയുടെ ഉപഗ്രഹങ്ങളായിട്ടും വന്നിട്ടുള്ളത്. ഡ്യൂ ടു ദ കണ്ടിന്യൂസ് ബോയിലിംഗ്, heavier materials were concentrated around the center of the earth and lighter materials got themselves arranged above this layer. ഭൂമിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് നല്ല ഹെവി ചൂടായിട്ടുള്ള ബോയിലിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ്. സോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബോയിലിംഗ് പ്രോസസ്സിൻ്റെ ഫലമായിട്ട് കുറച്ച് ഹെവി ആയിട്ടുള്ള ഭാരമുള്ള വസ്തുക്കളൊക്കെ ഭൂമിയുടെ സെൻട്രൽ ഭാഗത്തിലോട്ട്, കേന്ദ്ര ഭാഗത്തിലോട്ട് വരികയും ഭാരം കുറഞ്ഞ ഹെവി അല്ലാത്ത ചില വസ്തുക്കളുണ്ടാകും, അവ മുകളിലേക്കുമായിട്ട് ക്രമീകരിക്കപ്പെട്ടു. ഓക്കെ, സോ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണ്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വെള്ളം തിളപ്പിക്കുന്നു, അതിലോട്ട് ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹെവി ആയിട്ടുള്ളത് സെൻട്രലോട്ട് വന്നിട്ട് ചേരും അല്ലേ, അല്ലാത്തത് പുറകോട്ട് ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ടാവും. സോ അതുപോലെ നമ്മുടെ ഭൂമിയുടെ ഉൾഭാഗത്ത് ബോയിലിങ്ങിൻ്റെ ഫലമായിട്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ബോയിലിങ്ങിൻ്റെ ഫലമായിട്ട് ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട്സുകളൊക്കെ സെൻട്രൽ പൊസിഷനിലോട്ട് വരികയും ഹെവി അല്ലാത്തവ ബാക്കിയുള്ള മുകൾ ഭാഗത്തോട്ട് സ്പ്രെഡ് ആവുകയും ചെയ്യുന്നു. The gases that emanated gradually formed an outer layer enveloping the earth. ഈ ഒരു കണ്ടിന്യൂസ് ബോയിലിംഗ് പ്രോസസ്സിലൂടെ പുറത്തോട്ട് വരുന്ന ഗ്യാസസ് ഭൂമിയുടെ ഒരു ആവരണമായിട്ട്, ഭൂമിക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു ആവരണമായിട്ടത് മാറുന്നു. ദിസ് പ്രോസസ് കണ്ടിന്യൂഡ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഈ ഒരു പ്രോസസ്സ് ദശലക്ഷം വർഷങ്ങളോളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റിൽ ദ എർത്ത് സർഫേസ് റിമൈൻഡ് വെരി ഹോട്ട്. ഇന്നും നമ്മുടെ ഭൂമിയുടെ ഉപരിതലം വളരെ ചൂടാണ് അല്ലേ. ഭൂമിയുടെ ഉപരിതലത്തിലോട്ട് താഴോട്ട് നമ്മൾ കുഴിച്ചു പോകും തോറും ഭൂമിക്കടിയിലോട്ട് ചൂട് കൂടുതലാണ്. സോ ഇന്നും നമ്മുടെ എർത്ത് സർഫേസ് എന്ന് പറയുന്നത് വളരെ ഹോട്ടാണ്. വാട്ടർ വേപ്പർ ആൻഡ് അതർ ഗ്യാസസ് കെയിം ഔട്ട് ഫ്രം ദ ഇന്റീരിയർ ഓഫ് ദി എർത്ത് ത്രൂ കണ്ടിന്യൂസ് ആൻഡ് എക്സ്റ്റെൻസീവ് വോൾക്കാനിക് ഇറപ്ഷൻസ്. കണ്ടിന്യൂസ് ആയിട്ടുള്ളതും എക്സ്റ്റെൻസീവ്, വ്യാപകമായിട്ടും ഉള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉള്ളിലെ വാട്ടർ വേപ്പർ, അതായത് നീരാവിയും മറ്റു ഗ്യാസസും വാതകങ്ങളുമൊക്കെ പുറത്തോട്ട് വന്നു. ഈ വാട്ടർ വേപ്പർ കൂൾഡ് ഡൗൺ ടു ഫോം ക്ലൗഡ്സ് ആൻഡ് ലേഡ് ടു റെയിൻസ് ദാറ്റ് ലാസ്റ്റഡ് ഫോർ മെനി ഇയേഴ്സ്. ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ടുള്ള നീരാവി തണുത്ത് മേഘങ്ങൾ ഉണ്ടാവുകയും ഇതിൻ്റെ ഫലമായിട്ട് വർഷങ്ങളോളം നീണ്ടു നിന്ന മഴ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുകയും ചെയ്തു. ലോ ലേയിങ് ഏരിയാസ് ഓഫ് ദി സർഫേസ് ഓഫ് ദി എർത്ത് വർ ഫ്ലഡഡ്. ഭൂമിയുടെ ഉപരിതലത്തിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി. ദസ് ഓഷ്യൻസ് വർ ഫോംഡ്. അങ്ങനെ സമുദ്രങ്ങളൊക്കെ രൂപം കൊണ്ടു. ഗ്രാജ്വലി thousands of species of plants and animals that we see today evolved and finally the human beings. ഒടുവിൽ നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള ജീവജാലങ്ങളും സസ്യജാലങ്ങളും ജന്തുജാലങ്ങളൊക്കെ ഓരോന്നായിട്ട് പരിണമിച്ചു വന്നു. ഏറ്റവും അവസാനമായിട്ട് മനുഷ്യനും നമ്മുടെ ഭൂമിയിൽ
ഉണ്ടായി അല്ലേ. സോ ഇങ്ങനെയാണ് നമ്മുടെ ഭൂമി രൂപം കൊണ്ടിട്ടുള്ളത്. നമ്മുടെ ഭൂമിയിലെ ഓരോന്നും മൗണ്ടെയ്ൻസ് ആണെങ്കിലും ഹൈഡ്രോസ്ഫിയേഴ്സ് അല്ലെങ്കിൽ വാട്ടർ ഏരിയാസ് ആണെങ്കിലും ദെൻ എയർ, ഇതൊന്നുമില്ലാതെ പ്ലാന്റ്സിനോ അനിമൽസിനോ ഒന്നും എയർ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അല്ലേ. സോ എയർ ഏരിയാസിന് ഇതെല്ലാം വർഷങ്ങളോളം നീണ്ട കണ്ടിന്യൂസ് പ്രോസസ്സിലൂടെ ഫോം ചെയ്തിട്ടുള്ള ഒന്നാണ്. Now we are going to learn about the spheres of the earth. ഭൂമിയിലെ വ്യത്യസ്ത സ്ഫിയേഴ്സുകളെ കുറിച്ച്, ഡൊമൈൻസുകളെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത്. സോ ദ എർത്ത് ഹാസ് ക്ലാസിഫൈഡ് ഇൻ ടു 4 spheres. ഭൂമിയെ 4 സ്ഫിയേഴ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവയാണ് ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ ആൻഡ് ബയോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഏരിയ, hydrosphere means water area, atmosphere means air, then the last one biosphere. Biosphere means all living world, all living things are included in biosphere. ബയോസ്ഫിയർ എന്ന സ്ഫിയറിൽ എല്ലാ ജീവജാലങ്ങളും മനുഷ്യനും ജന്തുക്കളും പക്ഷികളും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. By observing the picture you can understand 4 spheres of the earth: lithosphere, hydrosphere, atmosphere and biosphere. The first sphere of the earth that you want to learn is lithosphere. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിത്തോസ്ഫിയർ എന്ന സ്ഫിയറിനെ കുറിച്ചിട്ടാണ്. ലിത്തോസ്ഫിയർ മീൻസ് ശിലാമണ്ഡലം, അതായത് ലാൻഡ് ഏരിയാസ്, കരഭാഗങ്ങൾ. ഓക്കെ, ഹ്യൂജ് മൗണ്ടെയ്ൻസ്, ബ്രോഡ് പ്ലാറ്റ്യൂസ്, expansive plains, coastal areas, deserts, islands and various landforms under oceans. Earth's surface is very much diverse. This solid portion of the earth, which contains all the landforms, rocks and soil, is called the lithosphere. So lithosphere എന്ന് പറഞ്ഞാൽ എന്താണ്? The solid portion of the earth's surface. ഭൂമിയുടെ ഉപരിതലത്തിലെ സോളിഡ് പോർഷനെയാണ്, ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ലിത്തോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ലിത്തോസ്ഫിയർ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്? The lithosphere, it is made up of rocks and soil. പാറകൾ കൊണ്ടും മണ്ണ് കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഫിയറാണ് ലിത്തോസ്ഫിയർ. ഓക്കെ, ഈ ലിത്തോസ്ഫിയറിൽ ഏതെല്ലാം തരത്തിലുള്ള ലാൻഡ് ഫോംസ് ഇൻക്ലൂഡഡ് ആണ്? മൗണ്ടെയ്ൻസ് ഉണ്ട്, പ്ലാറ്റ്യൂസ് ഉണ്ട്, പ്ലെയിൻ ഏരിയ സമതല പ്രദേശങ്ങളുണ്ട്, കോസ്റ്റൽ ഏരിയാസ് തീരപ്രദേശങ്ങളുണ്ട്, ഡെസേർട്സ് മരുഭൂമികളുണ്ട്, ഐലൻഡ്സ് ദ്വീപുകളുണ്ട്, അതുപോലെ തന്നെ സമുദ്രത്തിന് അടിയിൽ വരുന്ന എല്ലാ ലാൻഡ് ഫോംസും ലിത്തോസ്ഫിയറിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സോ ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ദ സോളിഡ് പോർഷൻ ഓഫ് ദി എർത്ത് സർഫേസ് ഇസ് നോൺ ആസ് ലിത്തോസ്ഫിയർ. Then it was made up of rocks and soil. The highest peak, Mount Everest, and the deepest trench, the Challenger Deep of Pacific Ocean, are all parts of the lithosphere. ഭൂമിയുടെ ഉപരിതലത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള എവറസ്റ്റ് കൊടുമുടിയും സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായിട്ടുള്ള, ആഴം കൂടിയ ഒരു കുഴിയാണ്, ആഴം കൂടിയ ഭാഗമായിട്ടുള്ള പസഫിക് സമുദ്രത്തിലെ ചാലഞ്ചർ ഗർത്തവും സ്ഥിതി ചെയ്യുന്നത് ലിത്തോസ്ഫിയറിൽ തന്നെയാണ്. മൗണ്ടെയ്ൻസ്, പ്ലെയിൻസ്, ട്രെഞ്ചസ് ആൻഡ് വോൾക്കനോസ് ആസ് സീൻ ഓൺ ദി ലാൻഡ് ആർ ഓൾസോ ഫൗണ്ട് അണ്ടർ ദി ഓഷ്യൻസ്. നമ്മുടെ കരഭാഗത്ത് കാണപ്പെടുന്ന മലകളും പ്ലെയിൻസും ട്രെഞ്ചസ് ആഴമുള്ള ഗർത്തങ്ങളും ദെൻ വോൾക്കനോസ് അഗ്നിപർവ്വതങ്ങളും എല്ലാം തന്നെ നമ്മുടെ സമുദ്രങ്ങൾക്കടിയിലും കാണപ്പെടുന്നുണ്ട്. സോ ലിത്തോസ്ഫിയർ എന്ന ഈ ഒരു സ്ഫിയറിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഭൂരൂപങ്ങളാണ് മൗണ്ടെയ്ൻസ് മലകൾ, പ്ലാറ്റ്യൂസ് പീഠഭൂമികൾ, പ്ലെയിൻസ് സമതല പ്രദേശങ്ങൾ, കോസ്റ്റൽ ഏരിയാസ് തീരപ്രദേശങ്ങൾ, ഡെസേർട്ട് മരുഭൂമികൾ, ഐലൻഡ്സ് ദ്വീപുകൾ, അതുപോലെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന എല്ലാ ലാൻഡ് ഫോംസും ലിത്തോസ്ഫിയറിൻ്റെ ഭാഗമാണ്. There are such important questions. What are the spheres of the earth? ഭൂമിയിലെ സ്ഫിയേഴ്സ് ഏതൊക്കെയാണ്? ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ: ലിത്തോസ്ഫിയർ ശിലാമണ്ഡലം അല്ലെങ്കിൽ കരഭാഗം, ഹൈഡ്രോസ്ഫിയർ
വാട്ടർ ഏരിയാസ്, അറ്റ്മോസ്ഫിയർ, എയർ വായുമണ്ഡലം, ബയോസ്ഫിയർ ജീവമണ്ഡലം അതായത് ലിവിങ് വേൾഡ്. ദെൻ വാട്ട് യു മീൻ ബൈ ലിത്തോസ്ഫിയർ? ലിത്തോസ്ഫിയർ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ: ദ സോളിഡ് പോർഷൻ ഓഫ് ദി എർത്ത് സർഫേസ് ഇസ് കോൾഡ് ആസ് ലിത്തോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലത്തിലെ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേജർ ലാൻഡ് ഫോംസ് പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ. മൗണ്ടെയ്ൻസ് മലകൾ, പർവ്വതങ്ങൾ അല്ലേ? എന്താണ് പർവ്വതങ്ങൾ? എന്താണ് മൗണ്ടെയ്ൻസ്? ലാൻഡ് ഫോംസ് ഹാവിങ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് മോർ ദാൻ 900 meters above the mean sea level and with steep slope. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്ററിലധികം ഉയരമുള്ളതും അതുപോലെ ചെങ്കുത്തായിട്ടുള്ള വശങ്ങളോട് കൂടിയതുമായിട്ടുള്ള ലാൻഡ് ഫോംസ് ആണ്, ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ അല്ലെങ്കിൽ മൗണ്ടെയ്ൻസ്. ഇനി മറ്റൊരു ലാൻഡ് ഫോമാണ് പ്ലാറ്റ്യൂസ് അഥവാ പീഠഭൂമികൾ. എന്താണവ? ലാൻഡ് ഫോംസ് വിത്ത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ടോപ്പ് ആൻഡ് വിത്ത് സ്റ്റാൻഡ്സ് അറ്റ് ദ കമ്പാരാറ്റീവ്ലി ഹയർ എലവേഷൻ ദാൻ ദി സറൗണ്ടിങ്സ്. മുകൾ ഭാഗം ഏറെക്കുറെ ഫ്ലാറ്റായിട്ടുള്ളത്, പരന്നതും സറൗണ്ടിങ് ഏരിയാസ് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായിട്ടുള്ള ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ. പീഠഭൂമികളുടെ ചുറ്റുഭാഗങ്ങൾ എന്തായിരിക്കും? ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളായിരിക്കും, എന്നാൽ മുകൾ ഭാഗം ഫ്ലാറ്റ് ആയിരിക്കും. ദ നെക്സ്റ്റ് പ്ലെയിൻസ് സമതല പ്രദേശങ്ങളാണ്. കമ്പാരാറ്റീവ്ലി ലോ ലേയിങ് ആൻഡ് എക്സ്പാൻസീവ് ലാൻഡ് ഫോംസ് താരതമ്യേന താഴ്ന്ന ലെവലിൽ കിടക്കുന്നതും നിരപ്പായതുമായിട്ടുള്ള വിശാലമായ പ്രദേശങ്ങളാണ് പ്ലെയിൻ ഏരിയാസ്. ഈ പ്ലെയിൻ ഏരിയാസ് പൊതുവെ പാഡി ഫീൽഡാണ്, വയൽ ഏരിയാസ് ആണ്. ദർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ യു. വാട്ട് ആർ ദ മേജർ ലാൻഡ് ഫോംസ് ഓഫ് ദി ലിത്തോസ്ഫിയർ? ലിത്തോസ്ഫിയറിലെ പ്രധാനപ്പെട്ട ഭൂരൂപങ്ങൾ ഏതെല്ലാം? ആൻസർ: മൗണ്ടെയ്ൻസ് പർവ്വതങ്ങൾ, പ്ലാറ്റ്യൂസ് പീഠഭൂമികൾ, കോസ്റ്റൽ ഏരിയാസ് തീരപ്രദേശങ്ങൾ, ഡെസേർട്സ് മരുഭൂമികൾ, ഐലൻഡ്സ് ദ്വീപുകൾ, ദെൻ സോളിഡ് പോർഷൻ അണ്ടർ ദി സീ സമുദ്രങ്ങൾക്ക് അല്ലെങ്കിൽ കടലിനൊക്കെ താഴെയുള്ള സോളിഡ് പോർഷൻസ് ഖരാവസ്ഥയിലുള്ള ഭാഗങ്ങളും ലിത്തോസ്ഫിയറിൻ്റെ ഭാഗമാണ്. Now you can see in such important pictures in your textbook. So by observing this picture, you want to identify the uses of lithosphere. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ പിക്ചേഴ്സ് ഒബ്സർവ് ചെയ്തുകൊണ്ട് ലിത്തോസ്ഫിയർ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, so now we are going to learn about uses of lithosphere. Here is an important question. What are the uses of lithosphere? ലിത്തോസ്ഫിയർ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാം? 5 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ആൻസേഴ്സ് ആയി കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗത ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. സെക്കൻഡ് വൺ കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു. കൺസ്ട്രക്ഷൻ, നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ദെൻ അഗ്രികൾച്ചർ, കാർഷിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. മൈനിങ്, ഉൽഖനന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നു. സോ യൂസസ് ഓഫ് ലിത്തോസ്ഫിയർ: ആൻസർ constructional activities, agricultural activities, transportation, communication and mining. Our next topic, knowing the soil, മണ്ണിനെ അറിയാം എന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിലൂടെ നാം പഠിക്കുന്നത് എങ്ങനെയാണ് സോയിൽ ഭൂമിയിൽ ഫോം ചെയ്യുന്നത്, ഉണ്ടാകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, rocks exposed to sunlight, rain and snow for many years begin to disintegrate. അനേകം വർഷങ്ങളായി വെയിലും മഴയും മഞ്ഞുമേൽക്കുന്ന പാറകൾ പൊടിയുന്നു. സംടൈംസ് കെമിക്കൽ ചേഞ്ചസ് ഓൾസോ ഒക്കർ ഇൻ ദം. ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റങ്ങൾ, കെമിക്കലായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാവാറുണ്ട്. When the dead remains of the plants and animals decay, it adds humus content to the soil. അതിൽ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ഒക്കെ ഡെഡ് പാർട്സ്, മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ, മണ്ണിനോട് അഴുകിച്ചേരുന്നതിലൂടെ അതിന് നല്ല ഹ്യൂമസ്, ജൈവാംശവും കൂടിച്ചേരും. Soil is formed through such process that take place constantly over thousands of years.
ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ കണ്ടിന്യൂസ് ആയി നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ ഭൂമിയിൽ മണ്ണ് ഫോം ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് വാട്ടർ, എയർ, ഹ്യൂമസ് ആൻഡ് മൈക്രോ ഓർഗാനിസം. മണ്ണിൽ അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട കോമ്പണൻസ് ആണ്: 1 നിശ്ചിത അളവിലുള്ള വെള്ളം, 2 എയർ വായു, 3 ഹ്യൂമസ് ജൈവാംശം, 4 മൈക്രോ ഓർഗാനിസം അതായത് സൂക്ഷ്മജീവികൾ. ഇവയെല്ലാം മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്. സോയിൽ ലോസസ് ഇറ്റ്സ് ഫെർട്ടിലിറ്റി ബിക്കോസ് ഓഫ് മാൻസ് അൺസർപ്ലസ് ആക്ടിവിറ്റീസ്. മനുഷ്യരുടെ അധികമായിട്ടുള്ള വിവേകരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും മണ്ണിൻ്റെ ഫലഭൂഷ്ഠതയെ, മണ്ണിൻ്റെ വളക്കൂറിനെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ദാറ്റ് ഈസ് സച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ഹൗ ഈസ് സോയിൽ ഫോംഡ്? എങ്ങനെയാണ് മണ്ണ് രൂപം കൊള്ളുന്നത്? സോ ആൻസർ, റോക്സ് എക്സ്പോസ്ഡ് ടു സൺലൈറ്റ്, റെയിൻ ആൻഡ് സ്നോ ഫോർ മെനി ഇയേഴ്സ് ബിഗിൻ ടു ഡിസൻറ്റഗ്രേറ്റ്. ഒരുപാട് വർഷങ്ങളായി വെയിലും മഴയും മഞ്ഞുമേൽക്കുന്ന പാറകൾ പൊടിയുന്നു. സംടൈംസ് കെമിക്കൽ ചേഞ്ചസ് ഓൾസോ ഒക്കർ ഇൻ ദം. ചിലപ്പോൾ അവക്ക് രാസമാറ്റവും ഉണ്ടാകാറുണ്ട്. വെൻ ദ ഡെഡ് റിമൈൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഡിക്കേ, ഇറ്റ് ആഡ്സ് ഹ്യൂമസ് കണ്ടന്റ് ടു ദി സോയിൽ. അതിൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുകയും ജൈവാംശം അതിൽ കൂട്ടിക്കലരുകയും ചെയ്യും. Soil is formed through such process that take place constantly over thousands of years. ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെയുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് മണ്ണ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് സോയിൽ? മണ്ണിൽ അടങ്ങിയിട്ടുള്ള കോമ്പണൻസ് ഏതൊക്കെയാണ്? ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഘടകങ്ങൾ, കോമ്പണൻസ് ഏതൊക്കെ അടങ്ങിയിട്ടുണ്ട്? വാട്ടർ വെള്ളം, എയർ വായു, ഹ്യൂമസ് ജൈവാംശം ആൻഡ് മൈക്രോ ഓർഗാനിസം സൂക്ഷ്മ ജീവികൾ. ഇവയെല്ലാം മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് അഡ്വേഴ്സ്ലി അഫക്റ്റ് സോയിൽ ഫെർട്ടിലിറ്റി? മണ്ണിൻ്റെ ഫലഭൂഷ്ഠതയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഏതെല്ലാം? ആൻസർ, ഫസ്റ്റ് പോയിന്റ്, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം. 2 എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്, രാസ കീടനാശിനികളുടെ അമിതമായ ഉപയോഗം. 3 യൂസ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽസിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. 4 അൺകൺട്രോൾഡ് കാറ്റിൽ ഗ്രൈസിംഗ്, അനിയന്ത്രിതമായിട്ടുള്ള കന്നുകാലികളുടെ മേച്ചിൽ. ദെൻ 5 കൺസ്ട്രക്ഷണൽ വർക്ക് ഇൻ ഹിൽ സൈഡ്, കുന്നിൻ ചെരുവുകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇവയെല്ലാം മണ്ണിനെ ഫെർട്ടിലിറ്റിയെ ബാധിക്കുന്ന പ്രധാന ആക്ടിവിറ്റീസ് ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ ആക്ടിവിറ്റീസ് ദാറ്റ് അഫക്റ്റ് ലിത്തോസ്ഫിയർ ഓർ സോയിൽ. മണ്ണിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിനെ ദോഷകരമായും ബാധിക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ, ഫസ്റ്റ് വൺ, റിക്ലമേഷൻ ഓഫ് പാഡി ഫീൽഡ്. വയലുകൾ നികത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ലിത്തോസ്ഫിയറിനെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. സെക്കൻഡ് വൺ, സാൻഡ് മൈനിങ് ഇൻ റിവേഴ്സ്, പുഴയിലെ അല്ലെങ്കിൽ നദിയിലെ മണൽ വാരൽ. ദെൻ തേർഡ് വൺ, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ്, കുന്നിടിക്കൽ അല്ലെങ്കിൽ കുന്നുകൾ നശിപ്പിക്കൽ. ദെൻ ഫോർത്ത് വൺ, ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം അതായത് വനങ്ങൾ വെട്ടി നശിപ്പിക്കുക. ദെൻ ഫിഫ്ത്ത്, അൺസയൻറ്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, അശാസ്ത്രീയമായിട്ടുള്ള കൃഷിരീതികൾ. ദെൻ ലാസ്റ്റ് വൺ, ഇംപ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, പ്രോപ്പർ അല്ലാത്ത രീതിയിലുള്ള വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം. ഇവയെല്ലാം ലിത്തോസ്ഫിയറിനെ, നമ്മുടെ ലാൻഡ് ഏരിയയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹൗ വിൽ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽസ് അഫക്ട് ദ വാട്ടർ അവൈലബിലിറ്റി? എങ്ങനെയാണ് കുന്നിടിക്കുന്നത്, കുന്നുകൾ നശിപ്പിക്കുന്നത് വെള്ളത്തിൻ്റെ ലഭ്യതയെ മോശമായി ബാധിക്കുന്നത്? സോ അവർ ആൻസർ, ഫസ്റ്റ് പോയിന്റ്, ഹിൽസ് ആർ വാട്ടർ റിസർവിയേഴ്സ് ഓൺ ദി എർത്ത്. ഭൂമിയിലുള്ള എർത്തിലുള്ള ജലസംഭരണികളാണ്, ജലം സൂക്ഷിക്കുന്ന സംഭരണികളാണ് ഹിൽസ്.
Now hills are destroyed for other developmental activities. ഇന്ന് ഈ ജലസംഭരണികളായിട്ടുള്ള കുന്നുകളെ മറ്റു വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തേർഡ് പോയിന്റ്, thus soil loses its capacity to store rain water. അതുകൊണ്ട് തന്നെ മണ്ണിന് മഴവെള്ളത്തെ സംരക്ഷിക്കാൻ, മഴവെള്ളത്തെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്, സീക്കിംഗ് ആൾട്ടർനേറ്റീവ്സ്. ബദലുകൾ തേടാം. നാച്ചുറൽ റിസോഴ്സസ് ആർ ഫോർ അവർ യൂസ്. പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. But their unrestrained exploitation will lead to imbalance in nature. എന്നാൽ അവ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നത് പ്രകൃതിയുടെ ബാലൻസിനെ, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകരാറിലാക്കും. It is essential to find alternatives to reduce the damages caused to nature by the over exploitation of resources. അതുകൊണ്ട് തന്നെ അമിതമായി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഫലമായി പ്രകൃതിക്കുണ്ടാകുന്ന നാശം കുറയ്ക്കുന്നതിന് നമുക്ക് ആൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ബദലുകൾ നമുക്ക് തേടൽ അത്യാവശ്യമാണ്, അല്ലേ? സോ എന്തെല്ലാം ആൾട്ടർനേറ്റീവ്സ് നമുക്ക് ഉപയോഗപ്പെടുത്താം? ഫസ്റ്റ് വൺ, ടെക്നോളജി ഓഫ് മേക്കിംഗ് ബ്രിക്സ് ഔട്ട് ഓഫ് വേസ്റ്റ് ഫ്രം ക്ലേ ഫാക്ടറീസ് ആൻഡ് പ്ലാസ്റ്റിക് ഈസ് അവൈലബിൾ നൗ. It could be used as an alternative to bricks made from the top soil of paddy field. So, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബദലാണ് വയലുകളിലെ മേൽമണ്ണ് ഉപയോഗിച്ച് ഇഷ്ടിക നിർമ്മിക്കുന്നതിന് പകരമായിട്ട് ഉപയോഗശൂന്യമായിട്ടുള്ള പ്ലാസ്റ്റിക്, അതുപോലെ കളിമൺ പാത്രം, ഫാക്ടറികളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ എന്നിവ ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണത്തിലുള്ള കട്ടകൾ നിർമ്മിക്കുന്ന സങ്കേതം ഇന്ന് നിലവിലുണ്ട്. ഈ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്കുള്ള ഒരു ബദലായിരിക്കും. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ഓൾട്ടർനേറ്റീവ്, യൂസ് ഓഫ് റോക്ക് ഡെബ്രീസ് ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ് ഇൻസ്റ്റെഡ് ഓഫ് റിവർ സാൻഡ് ഈസ് നോട്ട് വർത്തി. അതായത് റോക്ക് ഡെബ്രിസ് യൂസ് ചെയ്യുക. എന്തിന്? മണലിന് പകരമായിട്ട് റോക്ക് ഡെബ്രിസ്, അതായത് പാറപ്പൊടി യൂസ് ചെയ്യുക. ഇങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ലിത്തോസ്ഫിയറിനെ ഈ ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡിലൂടെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഹിയർ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ആൾട്ടർനേറ്റീവ്സ് ടു റെഡ്യൂസ് ദ ഡാമേജസ് കോസ്ഡ് ടു നേച്ചർ ആസ് എ റിസൾട്ട് ഓഫ് ഹ്യൂമൻ ആക്ഷൻ? മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി പ്രകൃതിക്കുണ്ടാകുന്ന നാശം കുറക്കുന്നതിനുള്ള ബദലുകൾ ഏതെല്ലാം? സോ ടെക്സ്റ്റ് ബുക്കിൽ 2 ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ടെക്നോളജി ഓഫ് മേക്കിംഗ് ബ്രേക്സ് ഔട്ട് ഓഫ് വേസ്റ്റ് ഫ്രം ക്ലേ ഫാക്ടറീസ് ആൻഡ് പ്ലാസ്റ്റിക്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ്. അതായത് വയലുകളിലെ മേൽമണ്ണ് ഉപയോഗിച്ച് ഇഷ്ടിക നിർമ്മിക്കുന്നതിന് പകരമായിട്ട് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് കൊണ്ടും കളിമൺ ഫാക്ടറികളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ കൊണ്ടും ഇഷ്ടിക നിർമ്മിക്കുക. സെക്കൻഡ് വൺ, യൂസ് ഓഫ് റോക്ക് ഡെബ്രീസ് ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ് ഇൻസ്റ്റെഡ് ഓഫ് റിവർ സാൻഡ്. നദികളിൽ നിന്നുള്ള മണലിന് പകരമായിട്ട് പാറപ്പൊടി കൺസ്ട്രക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടി യൂസ് ചെയ്യുക. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഹൈഡ്രോസ്ഫിയർ. ജലമണ്ഡലത്തെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. യു ഹാവ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദാറ്റ് 2/3 ഓഫ് ദി സർഫേസ് ഓഫ് ദി എർത്ത് ഈസ് വാട്ടർ. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ഫാക്റ്റാണ് ഭൂമിയുടെ 71%, അതായത് 2/3 വെള്ളത്താൽ കവർ ചെയ്തിരിക്കുകയാണെന്ന്, അല്ലേ? Water in liquid state is found in oceans, rivers, lakes and streams on the earth's surface and below it as well, while water is found in solid state in polar regions and atop high mountains. It exists as water vapor and water droplets in the atmosphere. അതായത് വാട്ടർ 3 സ്റ്റേറ്റ്സുകളായിട്ട് 3 ഫോമിലായിട്ടാണ് വെള്ളം കാണപ്പെടുന്നത്. ലിക്വിഡ് ഫോമിലായിട്ടും സോളിഡ് ഫോമിലായിട്ടും ഗ്യാസസ് ആയിട്ടും. ലിക്വിഡ് ഫോമിൽ വാട്ടർ കാണപ്പെടുന്നത് സമുദ്രത്തിലും റിവേഴ്സ് നദികളിലും ലേക്സ് തടാകങ്ങളിലും സ്ട്രീംസ് അരുവികളിലുമൊക്കെയാണ്, അല്ലേ? എന്നാൽ സോളിഡ് ഫോമിൽ കാണപ്പെടുന്നതോ പോളാർ റീജിയൻസിലാണ്, അല്ലെങ്കിൽ
വലിയ ഉയരത്തിലുള്ള മലകളുള്ള ഭാഗങ്ങളിലുമാണ് സോളിഡായിട്ട് വെള്ളം കാണപ്പെടുന്നത്, അതായത് ഐസുകളായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ സ്റ്റേറ്റ് ആണ് ഗ്യാസസ്, അതായത് വാട്ടർ വേപ്പറായിട്ട് നീരാവിയായിട്ടൊക്കെ വെള്ളം കാണപ്പെടുന്നത് അറ്റ്മോസ്ഫിയറിലാണ്, ഗ്യാസസ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഇങ്ങനെ 3 ഫോമിലായിട്ടാണ് വെള്ളം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, പ്രഷ്യസ് ഫ്രഷ് വാട്ടർ, അമൂല്യമായ ശുദ്ധജലം. ഫ്രഷ് വാട്ടർ ഈസ് ഇൻറ്റഗ്രൽ ടു ദി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ശുദ്ധജലം അത്യാവശ്യമാണ്. Even though 2/3 of the surface of the earth is water, only 3% of it is fresh water. നമ്മുടെ ഭൂമിയിൽ 2/3 ഭാഗവും വെള്ളമാണ്. എന്നാൽ ഈ 2/3 ഭാഗം വെള്ളമാണെങ്കിലും അതിൽ 3% മാത്രമേ നമുക്ക് ശുദ്ധജലമുള്ളൂ. ബാക്കി 97% ഉപ്പുവെള്ളമാണ്. കുടിക്കാൻ പറ്റുന്ന ഫ്രഷ് വാട്ടറിൻ്റെ അളവ് 3% മാത്രമാണ്. Okay, do you know that less than 1% of fresh water is available for human consumption? ഈ 3% മാത്രമേ നമുക്ക് ശുദ്ധജലമുള്ളൂ. അതിൽ തന്നെ 1% താഴെ മാത്രമേ നമുക്ക് ശുദ്ധജലം ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള ജലം ഐസായിട്ടും സോളിഡ് ഫോമിലൊക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത്. 1% താഴെ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വെള്ളം നമുക്ക് ലഭിക്കുന്നത് റിവേഴ്സ്, നദികളിൽ നിന്നും, പോൺസ്, കുളങ്ങളിൽ നിന്നും, ലേക്സ്, തടാകങ്ങളിൽ നിന്നും, ദെൻ വെൽസ്, കിണറുകളിൽ നിന്നൊക്കെയാണ്. ബാക്കിയുള്ള ശതമാനമെല്ലാം നമുക്ക് സോളിഡ് ഫോമിലാണ്, കട്ടിയായിട്ടാണ് കാണപ്പെടുന്നത്. റെസ്റ്റ് ഓഫ് ദി വാട്ടർ ഈസ് ഫൗണ്ട് ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇൻ പോളാർ റീജിയൻസ് ആൻഡ് ദ ടോപ്പ് മൗണ്ടെയ്ൻസ്. വളരെ ഉയരത്തിലുള്ള മലനിരകളുള്ള ഭാഗത്തും അതുപോലെ പോളാർ റീജിയനിലുമാണ് ബാക്കിയുള്ള സോളിഡ് പോർഷനൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദർ ആർ സച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഹൈഡ്രോസ്ഫിയർ? എന്താണ് ഹൈഡ്രോസ്ഫിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻസർ, ഹൈഡ്രോസ്ഫിയർ ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ ഓൺ ദി എർത്ത്. ഭൂമിയിലുള്ള മൊത്തം വെള്ളത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് വൺ, ഹൗ മച്ച് പോർഷൻ ഓഫ് ദി എർത്ത് സർഫേസ് കണ്ടെയ്ൻസ് വാട്ടർ? ഭൂമിയുടെ എത്രത്തോളമുള്ള ഭാഗമാണ് വെള്ളം കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്? ആൻസർ, 2/3 ഓഫ് ദി എർത്ത് സർഫേസ്, അതായത് 71%. ഭൂമിയുടെ 2/3 ഭാഗം വെള്ളം വെള്ളം ഉൾക്കൊള്ളുന്നുണ്ട്, അതായത് 71% വെള്ളമാണ്. The next important question, what is the percentage of fresh water on earth? ഭൂമിയിലെ ശുദ്ധജലത്തിൻ്റെ അളവ് എത്രയാണ്? only 3%, 3% മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് വാട്ടർ അവൈലബിൾ ഫോർ ഡ്രിങ്കിങ്? ഈ 3% ഫ്രഷ് വാട്ടറിൽ തന്നെ കുടിക്കാൻ നമുക്ക് ലഭ്യമാകുന്ന വാട്ടറിൻ്റെ അളവ് അത് ലെസ് ദാൻ 1%, 1% താഴെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ? വെള്ളത്തിൻ്റെ 3 അവസ്ഥകൾ ഏതെല്ലാം? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസിയസ് സ്റ്റേറ്റ്സ്, അതായത് ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, വാതകാവസ്ഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സ്റ്റേറ്റ് വാട്ടർ ഫൗണ്ട് ഇൻ പോളാർ റീജിയൻസ്? പോളാർ റീജിയൻസിൽ വാട്ടർ ഏത് അവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ആൻസർ, ഇൻ സോളിഡ് സ്റ്റേറ്റ്, ഖരാവസ്ഥയിൽ കട്ടിയായിട്ടാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ സോഴ്സസ് ഓഫ് വാട്ടർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്? ലിക്വിഡ് സ്റ്റേറ്റിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന വെള്ളത്തിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ്? ആൻസർ, ഓഷ്യൻസ്, റിവർ, ലേക്സ്, സ്ട്രീംസ്, പോൺസ് ആൻഡ് വെൽസ്. ഇൻ വിച്ച് സ്റ്റേറ്റ് വാട്ടർ എക്സിസ്റ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ? അറ്റ്മോസ്ഫിയറിൽ വെള്ളം നിലനിൽക്കുന്നത് ഏതൊരവസ്ഥയിലാണ്? ആൻസർ, ഇൻ ഗ്യാസിയസ് സ്റ്റേറ്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹൗ വാട്ടർ റിസോഴ്സസ് ബിക്കം പൊല്യൂട്ടഡ്? എങ്ങനെയാണ് ഫ്രഷ് വാട്ടർ റിസോഴ്സസ്, വെള്ളത്തിൻ്റെ ഉറവിടങ്ങൾ മലിനമാകുന്നത്? ആൻസർ, അവർ ഫ്രഷ് വാട്ടർ വിൽ പൊല്യൂട്ട് ഇൻ മെനി വേയ്സ്. വ്യത്യസ്ത വഴികളിലൂടെയാണ് നമ്മുടെ ശുദ്ധജല ഉറവിടങ്ങളെല്ലാം മലിനമാകുന്നത്. അതിൽ ചിലതാണ്, ഫസ്റ്റ് വൺ, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യം വഴി.
സെക്കൻഡ് സീവേജ് ആൻഡ് വേസ്റ്റ് വാട്ടർ, മലിനജലത്തിലൂടെയും അഴുക്കുചാലിലൂടെയുള്ള മലിനജലത്തിലൂടെയൊക്കെയാണ് മറ്റൊന്ന്. ദെൻ തേർഡ് വൺ മൈനിങ് ആക്ടിവിറ്റീസ്, ഉൽഖനന പ്രവർത്തനങ്ങളിലൂടെയും വെള്ളം മലിനമാക്കപ്പെടുന്നു. ഫോർത്ത് വൺ ദ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂവൽസ്, ഫോസിൽ ഫ്യൂവൽസ് കത്തിക്കുന്നതിലൂടെയും വെള്ളം മലിനമാക്കപ്പെടുന്നു. ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്, രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കുന്നതിലൂടെയും വെള്ളം മലിനമാക്കപ്പെടുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സയൻറ്റിഫിക് മോഡ്സ് ഓഫ് വാട്ടർ മാനേജ്മെൻറ്റ്, ജലപരിപാലനത്തിനുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള രീതികൾ. അതായത് വെള്ളം നമുക്ക് ശാസ്ത്രീയപരമായ രീതികളിലൂടെ എങ്ങനെ മാനേജ് ചെയ്യാം, അതിനുള്ള ഡിഫറെൻറ്റ് വഴികളാണ് ഇതിലൂടെ പറയുന്നത്. ഫസ്റ്റ് വൺ പ്രൊമോട്ട് ടെറസ്ഡ് ഫാമിംഗ്, കുന്നിൻ ചെരുവുകളിൽ തട്ടുകളാക്കി കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് വെള്ളം മാനേജ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ കൾട്ടിവേറ്റ് ഫ്രൂട്ട് ബിയറിംഗ് ട്രീസ് ഇൻസ്റ്റെഡ് ഓഫ് ക്രോപ്സ് ലൈക്ക് കോക്കനട്ട് ആൻഡ് ആക്കനട്ട് ദാറ്റ് ഹാവ് ഫൈബറസ് റൂട്ട്സ് അലോങ് ദി റോക്കി ഹിൽ സ്ലോപ്സ് വിത്ത് ഷാലോ സോയിൽ, പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകളിൽ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയിട്ടുള്ള മരങ്ങൾക്കു പകരമായിട്ട് ഫലവൃക്ഷങ്ങൾ, അതായത് ഫ്രൂട്ട്സ് ട്രീസ് നമ്മൾ എന്ത് ചെയ്യുക, കൾട്ടിവേറ്റ് ചെയ്യുക. ഇതിലൂടെയും വാട്ടർ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഇൻസ്റ്റെഡ് ഓഫ് കോൺക്രീറ്റ് യൂസ് ലോക്കലി അവൈലബിൾ റോക്സ് ആൻഡ് വുഡ്സ് ടു ക്രിയേറ്റ് ചെക്ക് ഡാംസ് അലോങ് ഹിൽ സ്ലോപ്സ്, മലഞ്ചെരുവുകളിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണകൾക്ക് പകരമായിട്ട് കിട്ടുന്ന കല്ല് കൊണ്ട്, ആ ഒരു പ്രദേശത്ത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കല്ല്, തടി മുതലായവ കൊണ്ട് തടയണ നിർമ്മിക്കുക. നെക്സ്റ്റ് പോയിന്റ് കൺസ്ട്രക്ട് എർത്തേൺ വാൾസ് ഫോർ സോയിൽ കൺസർവേഷൻ, മണ്ണ് സംരക്ഷണത്തിന് വേണ്ടി കയ്യാലകൾ നിർമ്മിക്കുക. നെക്സ്റ്റ് പോയിന്റ് അവോയ്ഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആൻഡ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ലൈക്ക് ടാപ്പിയോക്ക, യാം എക്സെട്ര ഓൺ സ്റ്റീപ്പ് സ്ലോപ്പ് സിൻസ് ദീസ് ക്രോപ്സ് റിക്വയർ ഫ്രീക്വൻറ്റ് ടില്ലിംഗ്, ചെരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും അതുപോലെ മരച്ചീനി, അതായത് പൂള, ചേമ്പ്, ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കം വരുന്ന തരത്തിലുള്ള ക്രോപ്സ് കൃഷി ചെയ്യുന്നതും ഒഴിവാക്കുക. നെക്സ്റ്റ് വൺ പ്ലാന്റ് ട്രീസ് ഓൺ ബാരൻ ലാൻഡ്, തരിശായിട്ടുള്ള ഇടങ്ങളിൽ, ഉപയോഗശൂന്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. The next point, do not dump household and industrial waste into water bodies. നമ്മുടെ ഹൗസ് വീടുകളിലുള്ള വേസ്റ്റും വ്യാവസായിക വേസ്റ്റൊന്നും തന്നെ ജലാശയങ്ങളിലോട്ട് ഒഴുക്കി വിടാതിരിക്കുക. നെക്സ്റ്റ് പോയിന്റ് പ്രൊട്ടക്റ്റ് പാഡി ഫീൽഡ്സ്, പോണ്ട്സ്, ലേക്സ് ആൻഡ് റിവർ ബാങ്ക്സ് ഫ്രം റിക്ലമേഷൻ, വയലുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, നദീതീരങ്ങൾ എന്നിവയെല്ലാം മണ്ണിട്ട് നികത്താതെ സംരക്ഷിക്കുക. സോ ഇത്തരം സയൻറ്റിഫിക് മോഡ്സിലൂടെ, ശാസ്ത്രീയപരമായിട്ടുള്ള രീതികളിലൂടെ വെള്ളം നമുക്ക് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഈ ഓരോ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് കൂട്ടുകാർ പഠിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് മൈ ചാനൽ, press bell icon for new notifications. Thank you for watching my video.